ആ സ്ഥാനാർത്ഥിത്വം ലഭിച്ചു എന്നുള്ളതാണ്. LDFിനോടൊപ്പം അല്ലാത്ത, എന്നാൽ ആരെയും അകറ്റി നിർത്തേണ്ടതില്ല. വോട്ടാണ് പ്രധാനം. എല്ലാ വോട്ടും തങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു, ലീഗ് സ്വീകരിക്കുന്നു, UDF സ്വീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യകരമായൊരവസ്ഥ വിഘടന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ആ വിഘടന പ്രവർത്തനങ്ങൾക്ക് തൽക്കാലം പ്രോത്സാഹനം, ഇതിലൂടെ പിന്തുണ നൽകുന്ന നിലയാണ് UDFിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ആപത്ത് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല അവര്. പക്ഷെ എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് വേണം. അതിന് തൽക്കാലം ഇവരെ കൂടെ നിർത്താൻ ഈ നിലയാണ് സ്വീകരിച്ചു പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് അറിയാത്തവരല്ല കേരളത്തിലുള്ളവര്, മലപ്പുറത്തുള്ളവര്. എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമിയെ നല്ലതുപോലെ അറിയാം. ഒരു മുസ്ലിം സംഘടന എന്ന നിലക്ക് മുസ്ലിം ബഹുജനങ്ങളിൽ സ്വീകാര്യതയില്ലാത്ത വിഭാഗമാണത്. ധാരാളം മുസ്ലിം സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ മഹാഭൂരിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു തരത്തിലുള്ള ബന്ധവും വെച്ച് പുലർത്തുന്നില്ല. മുസ്ലിം സമുദായത്തിലെ മുഖ്യ വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എല്ലാ ഘട്ടത്തിലും അകറ്റി നിർത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥ ജമാഅത്തെ ഇസ്ലാമിക്ക് വന്നപ്പോൾ അതിൻ്റെ നിലയൊന്ന് മാറ്റിയെടുക്കാൻ അവർ ബോധപൂർവ്വ ശ്രമം നടത്തി. അങ്ങനെയാണ് ഒരു ദിനപത്രം അവരാരംഭിക്കുന്നത്, മാധ്യമം ദിനപത്രം. അതിൻ്റെ ഉദ്ഘാടനം തങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുള്ള, തങ്ങളുമായി ബന്ധപ്പെടാൻ തയ്യാറാകാത്ത എല്ലാവരെയും വിളിക്കുക, ഒരു പൊതു സ്വീകാര്യതക്കുള്ള വേദിയായി ആ ഉദ്ഘാടന വേദി മാറ്റുക. ഇതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിച്ച കാര്യം. അവർ ക്ഷണിച്ച കൂട്ടത്തിൽ പാണക്കാട് ശിഹാബ് തങ്ങളും ഉണ്ടായിരുന്നു. പരിപാടിയിൽ ശിഹാബ് തങ്ങൾ പങ്കെടുത്തില്ല. അതൊരു യാദൃശ്ചിക സംഭവമല്ല പങ്കെടുക്കാതിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമി ദൃശ്യമാധ്യമ രംഗത്തേക്ക് കടക്കുന്നു. മീഡിയ വൺ ഉദ്ഘാടനം. ശിഹാബ് തങ്ങള് അന്തരിച്ചുപോയി. ഹൈദരലി തങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്നു. അദ്ദേഹത്തെ മീഡിയ വണ്ണിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. പക്ഷേ ഉദ്ഘാടന വേദിയിൽ തങ്ങളുണ്ടായില്ല. ഇത് കാലം കുറച്ച് വ്യത്യാസമുള്ളതാണെങ്കിലും രണ്ടും ഒരേ നിലപാടായിരുന്നു. അതിനു മുൻപേ തന്നെ സ്വീകരിച്ച നിലപാടിന്റെ തുടർച്ചയായിരുന്നു അത്. ശിഹാബ് തങ്ങൾ സ്വീകരിച്ചതും ഹൈദരലി തങ്ങൾ സ്വീകരിച്ചതുമെല്ലാം
ഒരേ നിലപാടിന്റെ തുടർച്ചയായുള്ള സമീപനമായിരുന്നു. എന്ത് മാറ്റമാണ് ആ നിലയിൽ നിന്ന് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. കുറച്ചു നാൾ മുൻപാണല്ലോ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ അവിടെ കണ്ടത് BJPയുടെ സഹായിയായിട്ടായിരുന്നു. BJPക്ക് കാശ്മീരിൽ പരാജയപ്പെടുത്തണമെന്ന് നിർബന്ധമുള്ള ഒരാള് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കാശ്മീരിലെ പ്രധാന നേതാവുമായ തരിഗാമിയായിരുന്നു. തരിഗാമിയുടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുകയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ. BJPയെ സഹായിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കാശ്മീരിലുള്ള മുഴുവൻ പ്രവർത്തകരും ഈ മണ്ഡലത്തിൽ എത്തിച്ചേർന്നു. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയ മുഖം ഇതാണ്. അപ്പൊ അത്തരമൊരു വിഭാഗത്തെ കൂടെ നിർത്തി കുറച്ച് വോട്ടെങ്കിലും സമ്പാദിക്കുക എന്നതിനാണ് താല്പര്യം. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന മുന്നണിയല്ല LDF. ഞങ്ങൾക്ക് ഒരു വിഘടന ശക്തിയുടെയും വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല. ഈ തെളിമയാർന്ന നിലപാട് നേരത്തെ മുതൽ LDF സ്വീകരിച്ചു വരുന്നതാണ്. അതേ നില തന്നെയാണ് ഞങ്ങൾ തുടരുന്നത്. ഇവിടെ LDFിൻ്റെതായ നിലപാടുകളിൽ ഊന്നി നിന്നുകൊണ്ടാണ് നാടിനെയും ജനങ്ങളെയും സമീപിക്കുന്നത്. അതില് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറെക്കുറെ ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് നിറവേറ്റാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾക്ക് പൊതുവിലുള്ളത്. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. Yes. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും ദുർദശ പിടിച്ച ഒരു കാലമായിരുന്നു 2016. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വലിയ തോതിൽ ശപിച്ചു കഴിയുന്നൊരു കാലം. എൻ്റെ നാടിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് എല്ലാവരും ചിന്തിക്കുന്ന കാലം. എന്താണ് കേരളത്തിന്റെ പ്രത്യേകത? കേരളീയർ ഈ കേരളമെന്ന സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്നവരല്ലോ. നമ്മുടെ സഹോദരങ്ങൾ രാജ്യത്താകെയും ലോകത്താകെയും വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പൊ അവിടങ്ങളിലെല്ലാമുള്ള
നല്ല അംശങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നു. അവ സൃഷ്ടിക്കുന്നതിൽ കൂടി പങ്കുവഹിക്കുന്നവരാണ് അവർ. പക്ഷേ അവിടെയുള്ള പശ്ചാത്തല സൗകര്യമെല്ലാം നേരിട്ട് കാണുന്ന അവര് എൻ്റെ നാട്ടിൽ ഇതൊന്നുമില്ലാലോ എന്ന വേദന മനസ്സിൽ കടിച്ചമർത്തുകയായിരുന്നു. നാടിൻ്റെ ഒരു മേഖലയും കാലത്തിനനുസൃതമായ പുരോഗതി നേടിയില്ല. നമ്മുടെ പ്രശസ്തമായ മേഖലകൾ വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാം തകർന്നു പോകുന്ന അവസ്ഥ. അടിസ്ഥാന സൗകര്യ രംഗത്ത് ഒരു വികസനവുമില്ലാത്ത നില. കേരളം വിട്ടാൽ ഇതെല്ലാം കാണുന്നു. ഇതായിരുന്നു 2016 നില. അന്ന് LDF കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ചില വാഗ്ദാനങ്ങൾ നൽകി. അത് പൂർണ്ണമായി ജനങ്ങൾ അംഗീകരിക്കുകയും LDFനെ അധികാരത്തിലെത്തുകയും ചെയ്തു. അധികാരത്തിലേറിയ LDF സർക്കാർ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി വലിയ മാറ്റം കേരളത്തിലുണ്ടായി. 2016 നിന്ന് ആ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്ന 2021 LDF ജനങ്ങളുടെ മുന്നിൽ നൽകിയ 600 വാഗ്ദാനങ്ങളിൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കിയെല്ലാം പൂർത്തീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നത് നാട്ടിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടുകളിലൂടെ ജനങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ നയം തുടരണം, നാടിൻ്റെ വികസന ഉത്തരവാദിത്വം LDFന്റെ കൈകളിലാവണം. ആ ധാരണയോടെയാണ് നാടിൻ്റെ ചരിത്രം തിരുത്തി LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചത്. ഇപ്പോ 9 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ 9 വർഷത്തെ അനുഭവങ്ങൾ എടുത്താൽ നമ്മുടെ നാട് എല്ലാ മേഖലയിലും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പുരോഗതി നേടിയെന്നാണ് കാണാൻ സാധിക്കുക. നമ്മുടെ നാട് ഒരു കാലത്തും വ്യവസായത്തിന് പറ്റിയൊരു നാടല്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഇവിടെ വലിയ വ്യവസായങ്ങളില്ല. നേരത്തെ ഉള്ള ചിലതല്ലാതെ പിന്നെ പുതുതായിട്ട് ഇങ്ങനെ വരുന്നില്ല. നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ പ്രത്യേകമായി പട്ടികപ്പെടുത്താറുണ്ട്. അത് വ്യവസായ സൗഹൃദ കാര്യങ്ങളിൽ നമ്മുടെ കേരളം വളരെ പിറകിലാണ്. ഇത് എല്ലാ കാലത്തും അങ്ങനെയാണ്. പക്ഷേ 2016 ഈ രംഗത്ത് എങ്ങനെ മാറ്റം വരുത്താനാകും എന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചു. അതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച ചെയ്യാൻ തയ്യാറായി. വ്യവസായികള്, തൊഴിലാളി സംഘടനകള്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥര്, വിവിധ ടെക്നോക്രാറ്റുകള്, അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന
ചാർട്ടേഡ് അക്കൗണ്ട്സ് അടക്കം അങ്ങനെ വിവിധ വിഭാഗത്തെ വിളിച്ച് ചർച്ച ചെയ്തു. അവരെല്ലാം വ്യവസായ രംഗത്തെ പുരോഗതിക്ക് ആവശ്യമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ നൽകി. ഗവൺമെന്റ് നടപ്പാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിയമം ഭേദഗതി ചെയ്യലായിരുന്നു. ആ നിയമങ്ങൾ ഭേദഗതി ചെയ്തു. ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു. ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ പൊതുവായ മാനസിക ഘടനയായിരുന്നു. ആ മാനസിക ഘടനയിൽ ആരോഗ്യകരമായ മാറ്റം വരണമായിരുന്നു. അതിനാവശ്യമായ ബോധവൽക്കരണ നടപടികളിലേക്ക് കടന്നു. ഇങ്ങനെ തുടർച്ചയായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ ഭരണഭാരം ജനങ്ങൾ ഏൽപ്പിച്ചപ്പോൾ എവിടെയാണോ 21 നിർത്തിയത് അവിടുന്ന് തുടരാൻ പുതിയ തുടർഭരണത്തിന്റെ ഭാഗമായുള്ള സർക്കാരിന് കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോ അത്ഭുതകരമായ മാറ്റത്തിലേക്ക് നാം എത്തി. അതാണ് ഇന്ത്യ എന്ന വലിയ രാജ്യത്ത് നിക്ഷേപ സൗഹൃദ കാര്യങ്ങളിൽ ഒന്നാമതായി കേരളം എന്ന നില ആർജിക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയത്. ഇത് തുടർഭരണം സമ്മാനിച്ചതിന്റെ ഭാഗമായിട്ട് കൂടി വന്നതാണെങ്കിലും LDF ജനങ്ങൾ ഏൽപ്പിച്ച ചുമതല കൃത്യമായി നിർവഹിച്ചു എന്നതിന്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ നമ്മളൊരു നിക്ഷേപ സംഗമം നടത്തുകയുണ്ടായി. ആ നിക്ഷേപ സംഗമത്തിൽ പങ്കെടുത്തത് ലോകത്തെ പ്രധാനപ്പെട്ട കമ്പനികളും സ്ഥാപനങ്ങളുമായിരുന്നു. നിക്ഷേപ താൽപര്യ പത്രം അവർ ഒപ്പിട്ടു. കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ, നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർ എത്ര 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താല്പര്യ പത്രമാണ് അന്ന് ഒപ്പിട്ടത്. ഇപ്പോഴത് 2 ഈ നിക്ഷേപ താല്പര്യം അതേപോലെ കടലാസിൽ കിടക്കുകയല്ല, അവ പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ ഉതകുന്ന ഒന്നായിരിക്കും അത്. എല്ലാ രംഗത്തും മാറ്റങ്ങൾ വലിയ തോതിൽ വരികയാണ്. നമ്മുടെ സംരംഭക വർഷം എന്ന തരത്തിൽ പുതിയ വ്യവസായ യൂണിറ്റുകൾ വരാനുള്ള നടപടികൾ സ്വീകരിച്ചു. MSME മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഈ സംരംഭക വർഷം പദ്ധതിയെ ഇന്ത്യ ഗവൺമെന്റ് വിശേഷിപ്പിച്ചത്. വലിയ മാറ്റം വ്യവസായ രംഗത്ത് വന്നിരിക്കുന്നു. ബഹുരാഷ്ട്ര കമ്പനികൾ നിസാനെ പോലുള്ള, എയർബസ് പോലുള്ള കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നു. നമ്മുടെ IT രംഗം വലിയ തോതിലാണ് ശക്തി ആർജിച്ചിട്ടുള്ളത്. നേരത്തെ ഉള്ളതിൽ നിന്ന് ഇരട്ടിയിലധികം ശക്തി പ്രാപിക്കുന്ന നിലയാണ് IT മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. വ്യാവസായിക രംഗത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ കാർഷിക രംഗത്തും നല്ല മാറ്റമാണ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാർഷിക രംഗത്ത് നേരത്തെ UDF കാലത്ത് നാം വല്ലാതെ പിറകിൽ പോയിരുന്നു. അന്നത്തെ വളർച്ചാ നിരക്കുമായി താരതമ്യപ്പെടുത്തിയാൽ അതിൻ്റെ ഇരട്ടിയിലധികം വളർച്ചാ നിരക്ക് സമ്പാദിക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു.
ഇപ്പോ എല്ലാ നിലയിലും കാർഷിക രംഗം അഭിവൃദ്ധിയിലാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ ഒരു കൂട്ടം പച്ചക്കറികൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുന്ന നിലയടക്കം നാം സ്വീകരിച്ചു. പച്ചക്കറിയുടെ കൃഷിയുടെ കാര്യത്തിൽ ഏകദേശം സ്വയം പര്യാപ്തത്തിന് അടുത്ത് നാം എത്തി നിൽക്കുന്നു. നേരത്തെ ഉള്ളതിനേക്കാളും ഇരട്ടിയിലധികമാണ് പച്ചക്കറിയുടെ ഉൽപാദനം. നമ്മുടെ നെൽകൃഷിയുടെ കാര്യത്തിൽ തന്നെ കൃഷി ചെയ്യുന്ന സ്ഥലം നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന ഉതകുന്ന നടപടികൾ നാം സ്വീകരിക്കുന്നു. എല്ലാ രംഗത്തും നല്ല ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക. നമുക്ക് ഇത്തരം വികസന കാര്യങ്ങൾ മാത്രമല്ല, ക്ഷേമപ്രവർത്തനങ്ങളിലും ഫലപ്രദമായി തന്നെ ഇടപെടുന്ന നിലയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. ക്ഷേമപ്രവർത്തനങ്ങളിൽ ഇപ്പോ അനാവശ്യമായ വിവാദം സൃഷ്ടിക്കാൻ ചിലര് ശ്രമം നടത്തിയല്ലോ. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന നില നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. നാം ഇവിടെ കാണേണ്ടത് സാമൂഹ്യക്ഷേമ രംഗത്ത് പെൻഷൻ നടപടികൾ 1980 സർക്കാർ സ്വീകരിക്കുന്നത്. അന്ന് സഖാവ് നായനാർ മുഖ്യമന്ത്രിയായ സർക്കാരായിരുന്നു. അന്നതിനെ കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷനായിട്ടാണ് കണക്കാക്കിയത്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 45 രൂപ പെൻഷൻ എന്നായിരുന്നു അന്നത്തെ തീരുമാനം. അന്നതിനെ എതിർത്ത കൂട്ടത്തിൽ പ്രധാനി കെ കരുണാകരനായിരുന്നു. കോൺഗ്രസിന്റെ നിലപാട് അത് എതിർക്കലായിരുന്നു. ആ ഗവൺമെന്റ് മാറി UDF ഗവൺമെന്റ് വന്നു. 5 വർഷം UDF ഗവൺമെന്റ് ഈ രംഗത്തൊന്നും ചെയ്തില്ല. 1987 വീണ്ടും LDF ഗവൺമെന്റ് വന്നു. അപ്പോഴാണ് 45 രൂപ 60 രൂപയാക്കി മാറ്റിയത്. 91 വീണ്ടും UDF സർക്കാരായി. UDF സർക്കാർ ഒരു കാര്യവും ചെയ്തില്ല. അന്ന് ഒന്നും ചെയ്യാതെ 96 LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. ആ സർക്കാരാണ് പെൻഷൻ 120 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. 120 രൂപ പെൻഷൻ 2001 മുതൽ അധികാരത്തിൽ വന്ന UDF സർക്കാർ തൊടാൻ തയ്യാറായില്ല. എന്തു ചെയ്തു? 2006 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് കുടിശ്ശികയായി ഉണ്ടായിരുന്ന പെൻഷൻ എത്രയായിരുന്നു ഓർമ്മയില്ലേ? 28 മാസത്തെ പെൻഷനായിരുന്നു കുടിശ്ശിക. അത് മുഴുവൻ 2006 LDF സർക്കാരാണ് കൊടുത്തു തീർത്തത്. അവിടുന്ന് 500 രൂപയാക്കി ആ പെൻഷൻ വർദ്ധിപ്പിച്ചു. 500 രൂപ പെൻഷൻ നടപ്പായതിനു ശേഷമാണ് 2011 UDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ സർക്കാർ ഒരു കാര്യം ചെയ്തു.
ഈ 500 രൂപയിൽ ആദ്യമായി ഒരു 100 രൂപ കൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ കടലാസിലായിരുന്നു കേട്ടോ, ആർക്കും കൊടുത്തില്ല. 600 രൂപയാക്കാൻ തീരുമാനിച്ചു. 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. എന്താണ് ക്ഷേമ പെൻഷന്റെ കാര്യം എന്ന് ആലോചിച്ചപ്പോൾ കാണുന്നത് 18 മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ച 600 കടലാസിലേ ആയിട്ടുള്ളൂ എന്നർത്ഥം. ഏതായാലും LDF സർക്കാർ അത് മുഴുവൻ കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. മുഴുവൻ കൊടുത്തു. അവിടെ നിന്നില്ല, പിന്നെ വർധനവ് തുടങ്ങി. 600-ൽ നിന്ന് 1600-ലേക്കുള്ള ഉയർച്ച. കേരളത്തിലെ 60 ലക്ഷം പേർക്ക് ആ ആനുകൂല്യം ലഭിക്കുന്നു. ഇതിനെ കൈക്കൂലിയായി വിശേഷിപ്പിക്കണമെങ്കിൽ അതൊരു അപാരമായ ശേഷി തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് ഇത്തരത്തിൽ അധപ്പതിക്കാൻ കഴിയുന്നത് എന്ന് എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല. ഏതായാലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കാം. നേരത്തെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നാട്ടിലെ പാവങ്ങളോടൊപ്പമാണ്. ആ പാവങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണമെന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാനായില്ല എന്നൊരവസ്ഥയുണ്ട്. അതങ്ങനെ കിടക്കുമെന്ന് കാണണ്ട. ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്ന ശീലമാണ് LDF-ന് എന്ന് എല്ലാവർക്കും അറിയാം. അതാണ് LDF-ന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ജനങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് എന്താ? ഉചിതമായ സമയത്ത് സർക്കാർ ആവശ്യമായ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളെ ഇമാതിരി കൈക്കൂലിയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സംഭവിക്കുന്നതല്ല എന്നതാണ് ഞങ്ങൾക്കിവിടെ വ്യക്തമാക്കാനുള്ള ഒരു കാര്യം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം. വീട് നിർമ്മാണത്തിൽ നമ്മളെല്ലാവരും സ്വന്തമായൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ പൊതുവിൽ. പക്ഷേ ആ സ്വപ്നം കൊണ്ട് സ്വപ്നവുമായി മണ്ണടിഞ്ഞു പോയ കുറേ ആളുകളുണ്ട്. ആ ഹതഭാഗ്യരി അടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് വീട് നിർമ്മാണത്തിലൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകാനുള്ള അതിബൃഹത്തായ ഒരു പദ്ധതി ലൈഫ് മിഷൻ എന്ന പേരിൽ നമ്മൾ തുടക്കം കുറിച്ചു. ഇപ്പൊ എത്രയായി? 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർണ്ണമായി അവിടെ ആളുകൾ താമസിക്കുകയാണ്. ബാക്കിയുള്ള വീടുകൾ ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാകാൻ പോകുന്നു. നമ്മുടെ രാജ്യത്ത് ഇതുപോലെ നടപ്പാക്കിയ ഒരു ഭവന പദ്ധതി എവിടെയും കാണാൻ നമുക്ക് കഴിയില്ല. അതാണ് പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ഭൂമിയുടെ അവകാശം കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമുണ്ട്. ആ പ്രശ്നം ഗൗരവമായിട്ടാണ് LDF എടുത്തത്. അതിന്റെ ഭാഗമായി തന്നെ ഈ 9 വർഷം കൊണ്ട് 4 ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. അടുത്തൊരു വർഷം ഇവിടെ നിർത്തുകയല്ല, 1 ലക്ഷം പട്ടയം കൂടി വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വ്യത്യസ്തമായ ഇടപെടലുകളാണ് നടത്താൻ നാം തയ്യാറാകുന്നത്. നമ്മുടെ നാട് അതിദരിദ്രരില്ലാത്തൊരു നാടായി മാറ്റുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് നാം ഇപ്പോൾ മുഴുകിയിട്ടുള്ളത്. വരുന്ന നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായി മാറും. ഇന്ത്യ രാജ്യത്തെ ഏക സംസ്ഥാനം നമ്മുടെ കേരളം, അതിദരിദ്ര കുടുംബം ഒന്നുപോലുമില്ല എന്ന നില നവംബർ 1 വരും. ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മെ
ആവശ്യത്തിലധികം ബുദ്ധിമുട്ടിക്കുന്നല്ലോ കേന്ദ്ര ഗവൺമെന്റ്. നമുക്ക് പദ്ധതി വിഹിതം യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ട വിഹിതം തന്നെ വെട്ടിക്കുറക്കുന്നല്ലോ. സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടുന്നല്ലോ. കിട്ടേണ്ട കാര്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ലല്ലോ. ഇതെല്ലാം ഉണ്ടായിട്ടും എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അത് നമ്മുടേതായ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായ വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നികുതി വരുമാനം നല്ല രീതിയിലാണ് വർദ്ധിച്ചിട്ടുള്ളത്. നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 3 വർഷത്തെ കണക്കെടുത്താൽ തന്നെ നികുതി വരുമാനത്തിൽ നേരത്തെ നമുക്ക് 47,000 കോടി രൂപയായിരുന്നു. അത് ഈ 3 വർഷത്തെ പ്രവർത്തനത്തിലൂടെ 47 നിന്ന് 81,000 കോടി രൂപയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് നികുതി വരുമാനമാണെങ്കിൽ എല്ലാം കൂടിയുള്ള വരുമാനമെടുത്താൽ നമ്മുടെ സംസ്ഥാനം 55,000 കോടി രൂപയായിരുന്നു 3 വർഷം മുൻപ്. ഇപ്പോഴത് 1,04,000 കോടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്? നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 2016 5,60,000 കോടി രൂപയായിരുന്നു. 5,60,000 കോടി രൂപയിൽ നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 13,11,000 കോടി രൂപയിലാണ്. നമ്മുടെ ആഭ്യന്തര ഉൽപാദന രംഗത്ത് വലിയ വളർച്ച നേടാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ പ്രതിശീർഷ വരുമാനം നോക്കിയാൽ 2016 1,48,000 രൂപയായിരുന്നു. ഇപ്പോഴത് 2,25,000 രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കേരളം അടിവെച്ച് മുന്നേറുകയാണ്. നമുക്ക് അർഹതപ്പെട്ട വിഹിതം അതിൻ്റെതായ രീതിയിൽ ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല. എല്ലാം ഭംഗിയായി നിറവേറ്റാനുള്ള സാമ്പത്തിക ശേഷി കേരളം ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അത് സമ്മതിക്കാതെ എന്തെല്ലാം തരത്തിൽ തുരങ്കം വെക്കാൻ പറ്റുമെന്നുള്ളതാണ് BJP ഗവൺമെന്റ് ചിന്തിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്ത നിലയാണ് കോൺഗ്രസും ലീഗും UDF-ഉം സ്വീകരിക്കുന്നത് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഒരു പ്രശ്നം, നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് വന്യജീവികൾ ഉണ്ടാക്കുന്ന സംഘർഷം. പ്രത്യേകിച്ച് വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ നേരിടുന്ന പ്രയാസങ്ങൾ ചെറുതല്ല. ഈ കാര്യത്തിൽ ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കുന്നത് എന്താണ്? നമ്മൾ ഒരു തരത്തിൽ ചിന്തിച്ചാൽ മനുഷ്യര് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ കേരളം വലിയ വിജയം നേടിയ സംസ്ഥാനമാണ്. രാജ്യവും മോശമല്ല. മൃഗങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ. മൃഗങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇത് അടിസ്ഥാനപരമായൊരു പ്രശ്നമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ദശാബ്ദങ്ങൾക്ക് മുൻപ് 1972 കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റ് അവരൊരു നിയമം കൊണ്ടുവന്നു, കേന്ദ്ര നിയമം. അന്ന് പാർലമെന്റിൽ ആ നിയമം പാസാക്കി. എന്താ നിയമം കൊണ്ട് ഉദ്ദേശിച്ചത്? മൃഗത്തെ തൊടാൻ പാടില്ല, എല്ലാ സംരക്ഷണവും മൃഗത്തിന്. ഇപ്പൊ നമ്മള് ചില മൃഗങ്ങളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് മറുപടി. ഇത് കോൺഗ്രസ് ഗവൺമെന്റാണ് അന്ന് ചെയ്തത്. ഇപ്പോ BJP ഗവൺമെന്റ്
അതേ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. അതേ നിലപാട് കൂടുതൽ ശക്തമായി തുറന്നു കൊണ്ടുപോവുകയാണ്. ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അവിടെ മനുഷ്യനെ മറക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. കേരളത്തിന് ഇക്കാര്യത്തിൽ ശക്തമായ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ആ നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. കാരണം ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല കാടും മൃഗങ്ങളും, ലോകത്തിലെ പല രാജ്യങ്ങളിലും കാടും മൃഗങ്ങളുമുണ്ട്. അവിടങ്ങളിലെ മിക്കവാറും സ്ഥലങ്ങളിൽ മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട്. ഒരു തരത്തിലുള്ള നിയന്ത്രണമാണത്. എല്ലാവരും വംശനാശം വരുത്തുകയല്ല, അതിലൂടെ ഒരു നിയന്ത്രണം വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ആ ഭാഗമേ ഇല്ല. വേട്ടയാടലേ പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ പെരുകിയിരിക്കുന്നു. അപ്പോ ആ നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനം നിൽക്കുന്നത്. നമുക്ക് ഒന്നിച്ച് അതിന് വീണ്ടും ശബ്ദമുയർത്താം, ആ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കാം. എന്നാൽ അതോടൊപ്പം ഇന്നുള്ള സാഹചര്യം വെച്ചുകൊണ്ട് എങ്ങനെ ഇതിന് പരിഹാരം കാണാൻ പറ്റും? രണ്ട് മാർഗമാണുള്ളത്. ഒന്ന്, വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് കടക്കാതിരിക്കണം. മറ്റൊന്ന്, വന്യമൃഗങ്ങൾ ഇങ്ങ് വരാനിടയാകുന്ന സാഹചര്യം അത് കാട്ടിലുണ്ടാകരുത്. കാട്ടിനകത്ത് വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നല്ല ഭദ്രമാക്കണം, അത് ഉറപ്പുവരുത്തണം. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. എല്ലാം, വെള്ളം, ഭക്ഷണം, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും. ഈ രണ്ട് ഭാഗവും ഒന്നായി ചേർത്തുകൊണ്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, ഇക്കാര്യത്തിൽ നിങ്ങളുടെ സഹായം വേണം, ഞങ്ങളുടെ ഒരു പാക്കേജ് ഇതാണ്, ഇതിന് സഹായം വേണം. മറുപടിയില്ല. അക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഇതേവരെ തയ്യാറായിട്ടില്ല. നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം, കിട്ടുന്ന ഘട്ടത്തിൽ കിട്ടട്ടെ. പക്ഷേ അതുവരെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ വിഭവശേഷി വെച്ച് നാം ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിന് നല്ല ഫലം സൃഷ്ടിക്കാനായിട്ടുണ്ട്, നല്ല പുരോഗതി അതിലുണ്ടായിട്ടുണ്ട്. പൂർണ്ണമല്ല, ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഈ കാര്യങ്ങളിൽ ഉണ്ടാകണം. അതേസമയം ഇന്ത്യ ഗവൺമെന്റ് ആ നയം, ആ നിയമം മാറ്റണമെന്ന കാര്യത്തിൽ നാം ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിലാണ് നാം നിൽക്കുന്നത്. കുതന്ത്രങ്ങൾക്ക് പേരുകേട്ടവരാണ് നമ്മുടെ എതിരാളികൾ. ആ ജാഗ്രത നല്ലതുപോലെ കാത്തു സൂക്ഷിച്ചോളണം. സഖാവ് സ്വരാജിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ തിരുവനന്തപുരത്തേക്ക് അയക്കുക. ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ കാത്തിരിക്കുകയാണ് എന്നത് നിങ്ങളെല്ലാവരും പൂർണ്ണമായും ഉൾക്കൊള്ളണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, നല്ല ഫലം നിങ്ങൾ സൃഷ്ടിക്കും, നിലമ്പൂരിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കും എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, അടുത്തതായി അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥിയും നമ്മുടെ ഇവിടെയുള്ളൊരു സഖാവ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ രൂപത്തിലുള്ളൊരു ശില്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പഴമ്പാങ്കോട് കളിമൺ ശില്പം, പഴമ്പാങ്കോട് ശാലിനി എന്ന ആണ് അവരുടെ പേര്. അത് കൊടുക്കുന്നതിന് വേണ്ടി അവരെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്ത അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥിയും നമ്മുടെ നിലമ്പൂരിന്റെ ഭാവി MLA-യുമായ സഖാവ് സ്വരാജിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ റാലിക്ക് ശേഷം വഴിക്കടവ് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പര്യടന പരിപാടി ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ച ശേഷമാണ് ഈ റാലിയിൽ പങ്കെടുക്കാനായി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തിരികെ ചെന്ന് ആ പര്യടന പരിപാടി പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാർ, മന്ത്രിമാരുൾപ്പെടെയുള്ളവർ വേദിയിൽ സന്നിഹിതരാണ്. അവർ സംസാരിക്കുന്നതിന് മുൻപായി രണ്ടു വാക്ക് സംസാരിക്കേണ്ടി വന്നത് ഈ കാരണം കൊണ്ടാണ് എന്ന് അറിയിക്കട്ടെ. വളരെ ദീർഘമായി ഒരു വോട്ടഭ്യർത്ഥനാ പ്രസംഗത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ഈ റാലി ഇവിടെ നടക്കുമ്പോൾ ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസമായി, ഇന്ന് 3-ാം ദിവസം, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എല്ലായിടത്തും നല്ലതുപോലെ മഴ ലഭിക്കുന്നുണ്ട്. നല്ല മഴയാണ്. ഇപ്പോൾ മഴ ഒരല്പം തോർന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി നിന്നിട്ടില്ല. ഈ പന്തലിന് പുറത്തു നിൽക്കുന്നവർ ഇപ്പോഴും കുട ചൂടി നിൽക്കുന്നത് നേരിയ രൂപത്തിൽ മഴ പെയ്യുന്നത് കൊണ്ടാണ്. എല്ലാ റാലികളിലും സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായ എല്ലാ യോഗങ്ങളിലും ഇതുതന്നെയായിരുന്നു സാഹചര്യം. പക്ഷേ ഏറ്റവും ആവേശമുണ്ടാക്കിയ ഒരു കാര്യം, മഴയുടെ തടസ്സം കൊണ്ട് ഒരൊറ്റ സ്വീകരണ കേന്ദ്രം പോലും മാറ്റിവെക്കേണ്ടി വന്നില്ല എന്നതാണ്. കാരണം തോരാതെ പെയ്യുന്ന മഴയും കൂസാതെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് ആളുകൾ നല്ല ആവേശത്തോടെ ഒഴുകിയെത്തുകയായിരുന്നു. അത് ഒരു നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ്. എത്ര മഴ പെയ്താലും എന്തു തന്നെ സംഭവിച്ചാലും ഇത്തവണ നിലമ്പൂരിൽ ഇടതുപക്ഷം തിളക്കമാർന്ന വിജയം നേടും എന്ന ഒരു ജനതയുടെ സാക്ഷ്യപത്രമാണ്. ഇവിടെ ഈ റാലി നടക്കുമ്പോഴും മഴയൊക്കെ അവഗണിച്ചാണ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റം, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിനെല്ലാമുള്ള നാടിന്റെ അംഗീകാരമാണ് ഈ യോഗങ്ങളിലെ വലിയ പിന്തുണയും ഐക്യദാർഢ്യവും പങ്കാളിത്തവുമെല്ലാം. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വസ്തുതാപരമായി ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എത്ര വലിയ മാറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ, ഈ കഴിഞ്ഞ കാലത്ത്, ഈ 2 ഗവൺമെന്റുകളുടെ കാലത്ത് കേരളത്തിലുണ്ടായത്. മഹത്തായ മാറ്റം. ആ മാറ്റങ്ങളോടുള്ള നാടിന്റെ ഐക്യദാർഢ്യമാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. നാളെ ആരെങ്കിലും കേരളത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ കേരളത്തിന്റെ സുവർണകാലം എന്ന് ഏതെങ്കിലും ഒരു കാലത്തെ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ അത് ഈ പോയ 9 കൊല്ലക്കാലമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രമാത്രം ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. അത് ഓരോന്നായി ഞാൻ ആവർത്തിക്കേണ്ടതായിട്ടില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എനിക്കാകെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള ഒരേ ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് ചെയ്യുന്നതോടൊപ്പം, വോട്ട് ചെയ്താൽ മാത്രം പോരാ, വോട്ട് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ അയൽപക്കത്തുള്ളവർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എല്ലാവരോടും ഇത്തവണ ഇടതുപക്ഷത്തിന് ഒരു വോട്ട് നൽകണം എന്ന് നിങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കണം. അത് നമ്മുടെ നാടിനു വേണ്ടിയാണ്, നാടിന്റെ ഭാവിക്ക് വേണ്ടിയാണ്. പെൻഷൻ മുടങ്ങിപ്പോകാതിരിക്കാൻ, ഇനി ബാക്കിയുള്ളവർക്കു കൂടി ലൈഫിൽ വീടുകൾ ലഭിക്കാൻ, എത്രയും വേഗം വീട്ടമ്മമാർക്ക് പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ, സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകം കയ്യിൽ കിട്ടാൻ, കൂടുതൽ മെച്ചപ്പെട്ട ആശുപത്രികളും റോഡുകളും മറ്റു സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാവാൻ, ഇനി ഒരിക്കലും കേരളത്തിന്റെ മണ്ണിൽ പവർ കട്ട് ഉണ്ടാവാതിരിക്കാൻ ഒക്കെ ഈ ഇടതുപക്ഷം ശക്തി പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ നല്ലൊരു കേരളം സാക്ഷാത്കരിക്കാൻ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണം. ഒപ്പം നിലമ്പൂരിന്റെ വികസന സാധ്യതകളും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനാവണം. വലിയ ബൃഹത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള സമയമൊന്നുമില്ല എന്നത് സത്യമാണ്. പക്ഷെ നമുക്ക് ചില പുതിയ തുടക്കങ്ങൾ കുറിക്കാനാവും. നിലമ്പൂരിന് അനുയോജ്യവും പ്രായോഗികവും
ശാസ്ത്രീയവുമായ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത്തരം ചില പദ്ധതികളുടെയെങ്കിലും അംഗീകാരം നേടുന്നതിനുള്ള പ്രാരംഭ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയും ചെയ്താൽ പോലും അതൊരു വലിയ നേട്ടമായിരിക്കും. ഒരു പുതിയ തുടക്കത്തിൽ നിന്നാണ് തുടർച്ചകൾ ഉണ്ടാവുക. ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞാൽ അത് നിലമ്പൂരിന്റെ വികസന മുന്നേറ്റത്തിന്റെ ഒരു അടിത്തറയായി മാറും. ആ അടിത്തറയിൽ നിന്ന് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ 2026 ഒരിക്കൽ കൂടി കേരളം വിധിയെഴുതുമ്പോൾ തുടർച്ചയായ 3ാം LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഈ അടിത്തറയിൽ നിന്നും നാം ഒരു ആധുനിക നിലമ്പൂർ പടുത്തുയർത്തുക തന്നെ ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. അതിന്റെ എല്ലാം ഭാഗമായി ഒരു നവകേരളം, കൂടുതൽ നല്ലൊരു കേരളം, വികസനോന്മുഖമായ ഒരു നിലമ്പൂർ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സകലരോടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ചുറ്റുകേരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനും അവരെ പ്രേരിപ്പിക്കാനും അമരമ്പലത്തെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ രംഗത്തുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി തനിച്ചല്ല മത്സരിക്കുന്നത്. നമ്മളെല്ലാം ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. നമുക്ക് ഈ നാടിനു വേണ്ടി ഒരുമിച്ച് മത്സരിക്കാം, ഒരുമിച്ച് പൊരുതി ജയിക്കാം എന്നാശിച്ചുകൊണ്ട് ഈ മഴയെല്ലാം അവഗണിച്ച് ഇവിടെ ഒഴുകിയെത്തിയ അമരമ്പലത്തെ പ്രിയപ്പെട്ടവരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദം. നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് നിർത്തിവെച്ചതാണ് പര്യടന പരിപാടി. അപ്പോ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ അങ്ങോട്ടേക്ക് പോവുകൂടി ചെയ്യും. നന്ദി. അടുത്തതായി അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ട്രാൻസ്പോർട്ട് മന്ത്രി KB ഗണേഷ് കുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുക. ബഹുമാന്യരായ ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടായിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സർവതലസ്പർശിയായ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സ്വരാജ്, അദ്ദേഹത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ നമ്മളോടെല്ലാം നമ്മുടെ വോട്ടവകാശം വിനിയോഗിച്ച് സഹായിക്കണം എന്നും അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിലെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവരുടെയും ദളിതരുടെയും മനോവികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിനെ ഒരു നവയുഗത്തിലേക്ക്, ഒരു നവകേരളത്തിലേക്ക് നയിച്ച 9 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനവും സാമൂഹ്യവും ഭൗതികമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് പ്രിയങ്കരനായ ശ്രീ സ്വരാജ് മത്സരിക്കുന്നത്. മതേതര വിശ്വാസികളുടെയും ജനാധി വിശ്വാസികളുടെയും മാത്രം വോട്ടുകൾ ഞങ്ങൾക്ക് മതി എന്ന് പറയുവാനുള്ള ആർജവം ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ നമുക്കേ ഉള്ളൂ. വർഗീയ ശക്തികളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ ഏറ്റവും വലിയ പരിശ്രമം നടത്തുന്നത് കേരളത്തിലാണ്. മറ്റെല്ലാ സ്ഥലത്തിലും വർഗീയ ശക്തികൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമ്പോൾ അതിനനുവദിക്കാത്ത ഇന്ത്യയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ